വെൽക്കം ടു പോസിറ്റീവ് വൈബ്സ് ഓർ പോസിറ്റീവ് ലൈഫ്. നമുക്കിടയിൽ കുറച്ച് പേരെങ്കിലും ഫേസ് ചെയ്യുന്നൊരു പ്രോബ്ലമാണ് ഓവർ ടോക്കിംഗ്. അമിതമായി സംസാരിക്കുന്ന ആളുകൾക്ക് ഒരിക്കലും ലോൺലിനെസ് ഉണ്ടാവില്ല. പക്ഷേ ഈ ഒരു ഹാബിറ്റ് കൊണ്ട് അവർക്ക് മറ്റു പല പ്രോബ്ലംസും നേരിടേണ്ടി വരാറുണ്ട്. അവരുടെ പേഴ്സണൽ കാര്യങ്ങളെല്ലാം ചുറ്റിലുമുള്ള എല്ലാവർക്കും അറിയായിരിക്കും. ഇപ്പോൾ നമ്മൾ പുതിയതായിട്ട് പരിചയപ്പെടുന്ന ആളുകൾക്ക് പോലും കുറച്ച് സമയം നമ്മളോട് സംസാരിച്ച് കഴിയുമ്പോൾ നമ്മുടെ എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റും. അതുപോലെ നമ്മുടെ ക്യാരക്ടർ അറിയുന്ന ആളുകൾ ഒരിക്കലും അവരുടെ സീക്രട്ട്സോ അല്ലെങ്കിൽ അവരുടെ പേഴ്സണൽ മാറ്റേഴ്സോ നമ്മളുമായിട്ട് ഷെയർ ചെയ്യില്ല. ഇത്തരക്കാരോട് ആർക്കും ഒരു റെസ്പെക്റ്റ് ഉണ്ടാവില്ല. പല ഇരട്ടപ്പേരുകളും നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. അതുപോലെ തന്നെ ഇവർക്കൊരു സെൽഫ് എസ്റ്റീം കുറവായിരിക്കും. സെൽഫ് എസ്റ്റീം തീരെ കുറഞ്ഞ ആളുകൾ ഓവറായിട്ട് സംസാരിക്കാറുണ്ട്. കാരണം അവർക്ക് തോന്നും, ഓക്കെ, എനിക്ക് മറ്റുള്ളവർക്കിടയിൽ എനിക്കൊരു വില ഉണ്ടാക്കിയെടുക്കണം. അങ്ങനെയുള്ള ചിന്തയോടെ ഓവറായിട്ട് സംസാരിക്കുന്ന ആളുകളും ഉണ്ട്. അപ്പോൾ അമിതമായ സംസാരമുള്ള ആളുകൾക്ക് സെൽഫ് കോൺഫിഡൻസും സെൽഫ് എസ്റ്റീമും ഒക്കെ കുറഞ്ഞിരിക്കാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. അമിതമായിട്ടുള്ള സംസാരം ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ടിപ്സാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത്. ഒന്നാമതായിട്ട്, നിങ്ങളൊരു സെൽഫ് ഇവാലുവേഷൻ നടത്തുക. എന്തുകൊണ്ടാണ് ഞാനിങ്ങനെ ഓവറായിട്ട് സംസാരിക്കുന്നത്? ഇത് വെറുതെ ഒരു ഹാബിറ്റ് മാത്രമാണോ? അതോ എന്നിലുള്ള എന്തെങ്കിലും ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് കൊണ്ട് ഞാൻ ഓവറായിട്ട് സംസാരിക്കുന്നതാണോ? ഇതുകൊണ്ട് ഈ ഒരു ഓവർ സംസാരം കൊണ്ട് എൻ്റെ ലൈഫിൽ എന്തൊക്കെ പ്രോബ്ലംസ് ഞാൻ ഫേസ് ചെയ്യേണ്ടതായിട്ട് ഇതുവരെ വന്നിട്ടുണ്ട്. ഇങ്ങനെ നിങ്ങളൊന്ന് ഇവാലുവേറ്റ് ചെയ്ത് നോക്കുക. കുറച്ച് സമയം ഒറ്റയ്ക്കിരുന്ന് ഒന്ന് ചിന്തിക്കുക. നിങ്ങളുടെ ഇതൊരു ഹാബിറ്റ് ആണെങ്കിൽ ആ ഹാബിറ്റ് മാറ്റാനായിട്ട് ട്രൈ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കോംപ്ലക്സ് കൊണ്ടാണ് നിങ്ങളിങ്ങനെ സംസാരിക്കുന്നതെങ്കിൽ അത് ഒഴിവാക്കിയെടുക്കാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഇതുവരെ വന്നിട്ടുള്ള പ്രോബ്ലംസ് ഇനി നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു ഓവർ സംസാരം കൊണ്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രിക്കോഷൻസ് നിങ്ങൾ എടുക്കുക. ഇത് നിങ്ങൾ സ്വയം തീരുമാനിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മാറ്റിയെടുക്കാനായിട്ട് പറ്റൂ. എനിക്കെൻ്റെ ഓവറായിട്ടുള്ള സംസാരം കുറയ്ക്കണമെന്ന് നിങ്ങൾക്ക് തന്നെ തോന്നി നിങ്ങൾ മാറ്റാനായിട്ട് ട്രൈ ചെയ്തെങ്കിലേ നിങ്ങൾക്കത് മാറ്റിയെടുക്കാനായിട്ട് പറ്റൂ. അല്ലാതെ ഒരിക്കലും മറ്റൊരാളുടെ പറച്ചിൽ കൊണ്ടോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സംസാരമോ ഒന്നും നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് പറ്റില്ല. അത് സ്വയം തോന്നി ചെയ്യേണ്ട ഒരു കാര്യമാണ്. രണ്ടാമതായിട്ട്, ഇനി ഒരു സിറ്റുവേഷൻ വരുമ്പോൾ, അതായത് നിങ്ങൾ ഏതെങ്കിലും ഒരു ഫംഗ്ഷനിൽ പങ്കെടുക്കാൻ പോകുന്നു, അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ വെളിയിൽ പോകുന്നു, അല്ലെങ്കിൽ പുതിയൊരാളെ കണ്ടുമുട്ടുന്നു, ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒക്കെ നിങ്ങൾക്ക് വരുമ്പോൾ നിങ്ങൾ എന്തൊക്കെ സംസാരിക്കണമെന്ന് മുൻകൂട്ടി പ്ലാൻ ചെയ്യുക. അതായത് ഒരു ഫംഗ്ഷന് പോകുന്നതിന് മുമ്പ് നിങ്ങൾ നിങ്ങളോട് തന്നെ പറയുക, ഓക്കെ, ഇന്ന് ഞാൻ ഓവറായിട്ടൊന്നും സംസാരിക്കില്ല, ഇന്ന് ഞാൻ അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ മാത്രമേ സംസാരിക്കൂ. അതുപോലെ എൻ്റെ പേഴ്സണൽ കാര്യങ്ങളൊന്നും ഞാൻ അധികം ഷെയർ ചെയ്യാനായിട്ട് പോവില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ മുൻകൂട്ടി തീരുമാനിക്കുക. മൂന്നാമതായിട്ട്, നിങ്ങൾ ഒരാളോട് സംസാരിക്കുമ്പോൾ അവർക്കും സംസാരിക്കാനായിട്ടുള്ള അവസരം കൊടുക്കുക. ഇപ്പോൾ ഓവറായിട്ട് സംസാരിക്കുന്ന ആളുകളുടെ ഒരു പ്രശ്നമാണ്, അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും, മറ്റുള്ളവരെന്ത് പറയുന്നെന്നോ അല്ലെങ്കിൽ അവർക്ക് സംസാരിക്കാൻ ഒരു ചാൻസോ ഒന്നും നിങ്ങൾ കൊടുക്കില്ല. അപ്പോൾ അവരുടെ റെസ്പോൺസ് ശ്രദ്ധിച്ച് അവർക്ക് സംസാരിക്കാനായിട്ട് ഈക്വൽ ചാൻസസ് നിങ്ങൾ കൊടുക്കാനായിട്ട് ട്രൈ ചെയ്യുക. അതുപോലെ തന്നെ ആളുകളെ കേൾക്കാനായിട്ട് നിങ്ങൾ പഠിക്കുക. ലിസൺ ചെയ്യാനായിട്ടുള്ള കഴിവുണ്ടാക്കിയെടുക്കുക. അപ്പം മറ്റുള്ള ആളുകൾ പറയുന്നത് കേൾക്കാനും കൂടെ നമ്മൾ സമയം കൊടുക്കുമ്പോൾ നമുക്ക് ഓവറായിട്ട് സംസാരിക്കാനുള്ള ആ ഒരു ടെൻഡൻസി കുറഞ്ഞു കിട്ടും. പിന്നെ ഒരാൾ നമ്മുടെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ കയറി നിങ്ങൾ ഒരിക്കലും സംസാരിക്കാതിരിക്കുക. അവരുടെ സംസാരത്തെ ഇൻറ്ററപ്റ്റ് ചെയ്യാതിരിക്കുക. നാലാമതായിട്ട്, മറ്റുള്ളവരുടെ അഭാവത്തിൽ അവരെപ്പറ്റി സംസാരിക്കാതിരിക്കുക. ഇപ്പോൾ നിങ്ങൾ 2-3 ഫ്രണ്ട്സ് കൂടുന്ന സമയത്ത് നാലാമതൊരാളെപ്പറ്റി അവിടെ സംസാരിക്കാതിരിക്കുക. ഒരിക്കലും അവരങ്ങനെ പറഞ്ഞു, ഇവരിങ്ങനെ എന്നോട് പറഞ്ഞു എന്ന രീതിയിൽ നിങ്ങൾ ആരുടെ അടുത്തും സംസാരിക്കാതിരിക്കുക. അത് പരദൂഷണത്തിലേക്ക് പോകും. അപ്പോൾ ഒരിക്കലും മറ്റൊരാളില്ലാത്ത സമയത്ത് അവരെപ്പറ്റി നമ്മൾ ഒരു കാര്യവും പറയാതിരിക്കുക. അഞ്ചാമതായിട്ട്, പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും വീണ്ടും പറയാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഈ ഓവറായിട്ട് സംസാരിക്കുന്ന ആളുകളുടെ ഒരു മെയിൻ പ്രശ്നമാണ്, അവർ ചിലപ്പോൾ പണ്ട് പറഞ്ഞിട്ടുള്ള കാര്യമായിരിക്കും വീണ്ടും വീണ്ടും ഒരാളെ കാണുമ്പോൾ അത് പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ കേൾക്കുന്ന ആൾക്കും അത് വല്ലാത്ത ഇറിറ്റേഷൻ ആയിരിക്കും. അവർക്ക് പിന്നെ നിങ്ങളെ വിഷമിപ്പിക്കേണ്ടെന്നുള്ള രീതിയിൽ കഷ്ടപ്പെട്ട് കേൾക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഒരിക്കൽ പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യാതിരിക്കുക. അതുപോലെ നിങ്ങൾ പറയുന്ന എന്താണെന്നുള്ള പൂർണ്ണമായ ബോധ്യത്തോടെ മാത്രം സംസാരിക്കുക. ഈ ഒരു കാര്യം ഞാൻ ഇവരോട് പറഞ്ഞിട്ടുണ്ടോ എന്ന് ചിന്തിച്ചതിന് ശേഷം മാത്രം സംസാരിക്കുക. ആറാമതായിട്ട്, ഡെയിലി ഒരു 10 മിനിറ്റെങ്കിലും നിങ്ങളൊന്നും സംസാരിക്കാതിരിക്കുക. സൈലൻസിലിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇത് നിങ്ങളുടെ ഓവറായിട്ടുള്ള ഒരു ടോക്കിംഗ് ടെൻഡൻസി ഒഴിവാക്കാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഡെയിലി ഏറ്റവും കുറഞ്ഞ ഒരു 10 മിനിറ്റ് നിങ്ങൾ ആരോട് സംസാരിക്കാതെ തനിയെ ഇരിക്കുക.
ഇനി ഇതൊക്കെ നിങ്ങൾ ട്രൈ ചെയ്തിട്ടും നിങ്ങൾക്ക് ഈ ഒരു ഓവർ സംസാരം ഒഴിവാക്കാൻ പറ്റുന്നില്ല എന്നാണെങ്കിൽ ഒരു എക്സ്പേർട്ടിൻ്റെ ഹെൽപ്പ് തേടുക. നിങ്ങൾക്ക് നല്ലൊരു സൈക്കോളജിസ്റ്റിനെ അല്ലെങ്കിൽ നല്ലൊരു തെറാപ്പിസ്റ്റിനെ കണ്ട് നിങ്ങളുടെ പ്രോബ്ലംസ് പറയാം. അപ്പോൾ ഇങ്ങനൊരു തെറാപ്പിസ്റ്റിനോട് സംസാരിച്ച് കഴിയുമ്പം അവർക്ക് നിങ്ങളുടെ പ്രോബ്ലംസ് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ ADHD പോലുള്ള പ്രോബ്ലംസ് ഒക്കെ ഉള്ള ആളുകൾക്കാണെങ്കിൽ ഓവറായിട്ടുള്ള സംസാരം നിർത്താനായിട്ട് പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള എന്തെങ്കിലും ഇഷ്യൂസൊക്കെ ഉണ്ടോ നിങ്ങൾക്കെന്ന് കണ്ടെത്തുക. അതുപോലെ തന്നെ അതിന് വേണ്ട പ്രാക്ടിക്കലായിട്ടുള്ള നിർദ്ദേശങ്ങളൊക്കെ തെറാപ്പിസ്റ്റ് തരും. അതൊക്കെ ചെയ്ത് കഴിയുമ്പോഴേക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ ഓവർ സംസാരം ഒഴിവാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ താഴെ കമൻറ്റ് ബോക്സിൽ കൊടുക്കുക. ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയൊരു വീഡിയോയുമായിട്ട് കാണാം. ബൈ.